എംജി യൂണിവേഴ്സിറ്റി ബികോം സെം 2 ഇഷ്യൂസ് ദാറ്റ് മാറ്ററിലെ ഒന്നാമത്തെ പാഠം ആണ് ദി അൺസറണ്ടേർഡ് പീപ്പിൾ എന്നത്. ഇത് ജാപ്പനീസ് എഴുത്തുകാരനായിട്ടുള്ള കെൻസാബുറോ ഒ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, അവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആരാണ് കെൻസാബുറോ ഒയെ? He was an essayist, novelist and short story writer and he was born in Shikoku, Japan. ജപ്പാനിലെ ഷിക്കോക്കുവിലാണ് അദ്ദേഹം ജനിച്ചത്. The Hiroshima bombing by American forces in 1945. 1945 അമേരിക്കൻ സൈന്യം ഹിരോഷിമയിൽ നടത്തിയ ബോംബ് വർഷം occurred when Oya was only 6. അന്ന് കെൻസാബുറോ ഒയെയ്ക്ക് വെറും 6 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് സംഭവം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ആ ബോംബിംഗ്, ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ്, അത് ജപ്പാനിലെ 2 നഗരങ്ങളില് ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ്. ഇത് ഹിരോഷിമയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പാഠം. When he was 18, അദ്ദേഹത്തിന് 18 വയസ്സപ്പോൾ ഒയെ enrolled at Tokyo University to study French literature. ഫ്രഞ്ച് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ ഒയെ എൻറോൾ ചെയ്തു. He started writing as a student. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എഴുത്താരംഭിച്ചതാണ്. And won the Akutagawa Award for his short story The Catch. The Catch എന്ന അദ്ദേഹത്തിന്റെ ചെറുകഥയ്ക്ക് അകുതഗാവ അവാർഡ് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നേടാൻ കഴിഞ്ഞു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒത്തിരി ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 1994 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ബഹുമതികൾ കിട്ടി. He became a celebrity writer with his novels Nip the Buds and Shoot the Kids. 1958 അദ്ദേഹം എഴുതിയ ഒരു നോവലാണ്, എഴുതി പബ്ലിഷ് ചെയ്ത നോവലാണ് നിപ് ദ ബഡ്സ് ആൻഡ് ഷൂട്ട് ദ കിഡ്സ്. ഈ നോവലിന് അദ്ദേഹത്തിന് ഒരു സെലിബ്രിറ്റി റൈറ്റർ ആക്കിയത് ഒരുപക്ഷെ ഇതാണെന്ന് പറയാം. മറ്റൊരു എണ്ണം കൂടിയുണ്ട്, ദ യൂത്ത് ഹൂ കെയിം ലേറ്റ്, വൈകി വന്ന ചെറുപ്പം എന്ന് പറയുന്ന നോവല് അതുകൂടിയുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ഒരു സെലിബ്രിറ്റി റൈറ്റർ ആക്കി എന്ന് പറയാം. He married Yukari, who was the daughter of the well-known director and screenwriter. പ്രശസ്ത തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമൊക്കെ ആയിട്ടുള്ള മൻസാക്കു ഇറ്റാമിയുടെ മകളെ യുക്കാരിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, their first child ഹിക്കാരി. അങ്ങനെ യുക്കാരിയുടെയും കെൻസാബുറോ ഒയെയുടെയും ആദ്യത്തെ കുട്ടി ഹിക്കാരി, അവൻ ജനിച്ചത് he was born with brain damage and his disability became a significant influence on Oye's work. അവന്റെ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒയെയുടെ കൃതികളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് പറയാൻ സാധിക്കും. In later years, his writings featured 2 dominant aspects of his life. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 2 പ്രമുഖ വശങ്ങളാണ് ഉൾക്കൊണ്ടതാണ്. ഒന്ന്, ഫസ്റ്റ്ലി ഹിസ് ഇൻകപ്പാസിറ്റേറ്റഡ് ചൈൽഡ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പോരായ്മകളുള്ള ഒരു കുട്ടി, ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള വികലാംഗത്വമുള്ള അല്ലെങ്കിൽ പോരായ്മകളുള്ള ഒരു കുട്ടി. who went on to become a famous music composer. അവനാവട്ടെ ഒരു സംഗീത സംവിധായകനാകാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പ്രശസ്ത സംഗീത സംവിധായകനാകണം എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ വശത്തെക്കുറിച്ച് പിന്നീടുള്ള എഴുത്തുകളിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി കെൻസാബുറോ ഒയെ. രണ്ടാമതായിട്ട് അദ്ദേഹം പ്രതിഫലിപ്പിച്ച മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം കുറെ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകമുണ്ട്. എ വേൾഡ് ഓഫ് ഹിസ് ഓൺ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മിത്സ്. കുറെ പുരാണ കഥകൾ, ചരിത്രം, അതുപോലെ തന്നെ സാഹിത്യം, സംസ്കാരികം, നരവംശാസ്ത്രമൊക്കെ ഉൾച്ചേർത്തിട്ടുള്ള കുറെ രചനകൾ. ഈ 2 മേഖലകളിലാണ് ഒയെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്തോ അവിടെ ദ ഫോർമർ ഗേവ് റൈസ് ടു ദ നോവൽ ലെറ്റേഴ്സ് ടു മൈ സ്വീറ്റ് ബൈഗോൺ ഇയേഴ്സ്. ആദ്യത്തെ വിഭാഗം മകനെ കുറിച്ചുള്ള ചിന്തകൾ, അത് എൻ്റെ പോയ മധുരതരമാം കാലങ്ങൾ എന്ന് കാലങ്ങളോടുള്ള കത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 1987 അദ്ദേഹം എഴുതി. ആൻഡ് ദ ലാറ്റർ, പിന്നെ രണ്ടാമത്തെ തീമിൽ അദ്ദേഹം എഴുതിയത് ടു ദ നോവൽസ് ആൻഡ് ദ വണ്ടേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് 1986 എഴുതി. ദ ഫ്ലമിംഗ് ഗ്രീൻ മറ്റൊരു കൃതിയാണ്. അൺടിൽ ദ സവിയർ ഗെറ്റ്സ് സോക്ഡ് 1993 എഴുതിയത്. പിന്നീട് 94 നൊബേൽ സമ്മാനം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. വാസിലേറ്റിംഗ് എന്ന് പറയുന്ന കൃതി 1994. ആൻഡ് ഓൺ ദ ഗ്രേറ്റ് ഡേ 1995 ഒയെ ഓൾസോ എക്സ്പ്ലോർസ് ദ ട്രഡീഷണൽ ട്രോപ്പ് ഓഫ് മിത്തിക്കൽ ജപ്പാൻ.
ഒരുപാട് പുരാണ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ അടങ്ങുന്ന ജപ്പാനിന്റെ ഒരു നാടിന്റെ പാരമ്പര്യത്തെ കുറിച്ച് കൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അൺറാവൽ ഇറ്റ്സ് ഐഡന്റിറ്റി ആൻഡ് ദ പോസ്റ്റ് വാർ മോഡേൺ കൾച്ചർ. യുദ്ധത്തിനു ശേഷമുള്ള ആധുനിക സംസ്കാരവും ജപ്പാന്റെ തനത് സ്വത്വത്തെയും ചിത്രീകരിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ കാരണമായിട്ടുണ്ട്. ഹിസ് റേഞ്ച് ഓഫ് ഡെസ്പെയർ ആൻഡ് ഡിസ്കംഫോർട്ട് ഷാക്കിൾസ് ദ പോസ്റ്റ് വാർ ജപ്പാൻ. അദ്ദേഹത്തിന്റെ നിരാശ, ഡെസ്പെയർ ആൻഡ് ഡിസ്കംഫോർട്ട്, അസുഖകരമായ മാനസികാവസ്ഥ ഒക്കെ ഷാക്കിൾസ് ദ പോസ്റ്റ് വാർ ജപ്പാൻ. അത് യുദ്ധാനന്തര ജപ്പാനെ പിടിച്ചു കുലുക്കിയ പ്രതിസന്ധികൾ. ബൈ ഹോൾഡിങ് എ മിറർ, അദ്ദേഹം അതെങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? നേരെ, അതായത് യുദ്ധം ഉണ്ടാക്കി വെച്ച ജപ്പാന്റെ മുറിവുകൾക്ക് മുന്നിൽ, കടുത്ത കൈപ്പേറിയ ഗ്രിം റിയാലിറ്റിയുടെ മുന്നിൽ ഒരു മിറർ എടുത്തു വെച്ചുകൊണ്ടാണ്, ഒരു കണ്ണാടി തിരിച്ചു വെച്ച് നമ്മളെ കാണിച്ചു തരിക. ഹോൾഡിങ് എ മിറർ ഇൻ ദ ഫേസ് ഓഫ് ഇറ്റ്സ് ഗ്രിം റിയാലിറ്റി. The intertwined threads of tragedy and comedy explores human predicaments. മനുഷ്യര് അകപ്പെട്ടു പോകുന്ന പ്രതിസന്ധികളെ ഒരു നർമ്മം കലർന്ന ഭാഷയിൽ എന്നാൽ ദുരന്തപൂരിതമായ കഥയോടെ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. പ്രെഡിക്കമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളെയാണ്, ഡിലമയാണ്, ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത പകച്ചു പോകുന്ന അവസ്ഥകളെയാണ്. ഇൻ ദ വെയ്ക്ക് ഓഫ് ഓൺഗോയിങ് ഡെവലപ്മെന്റ്സ് ഇൻ ന്യൂക്ലിയർ ടെക്നോളജി, ആണവ സാങ്കേതിക വിദ്യയുടെ ഇനിയുമുള്ള പുരോഗതി അതൊരു വശത്ത് അത് നടക്കുമ്പോൾ എന്തുവാട്ടെ, ഒയെ വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഇൻ 1994. ഇത് നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഒയയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് ഏത് വർഷമാണ്? Whatever it may be, he is a major figure in the contemporary Japanese literature. സമകാലീന ജാപ്പനീസ് സാഹിത്യത്തിലെ എടുത്തു പറയത്തക്കതായ ഒരു ഫിഗറാണ് ഒയേഡത്. ആൻഡ് ഹിസ് റൈറ്റിംഗ്സ് എൻഗേജ് വിത്ത് ഇഷ്യൂസ് ലൈക്ക് ന്യൂക്ലിയർ വെപ്പൺസ്, സോഷ്യൽ നോൺ കൺഫോർമിസം ആൻഡ് എക്സ്റ്റൻഷ്യാലിസം. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, എഴുത്തുകൾ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളെയാണ്, ഇഷ്യൂസിനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആണവ ആയുധങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ പൊരുത്തക്കേടുകൾ, അങ്ങനെയുള്ള എക്സ്റ്റൻഷ്യാലിസം പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. വാർ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്, യുദ്ധവും അതിന്റെ കെടുതികളും അല്ലെങ്കിൽ അനന്തരഫലങ്ങളും. ദി കറന്റ് റീഡിംഗ് ഈസ് ഫ്രം ഹിരോഷിമ നോട്ട്സ് വേർ. ഈ നമുക്ക് വായിക്കാനുള്ള പാഠം ഹിരോഷിമ നോട്ട്സ് എന്നതിൽ നിന്ന് എടുത്തിട്ടതാണ്. അവിടെ ഹി ട്രൈസ് ടു ഡെസിഫയർ ഹൗ ദ ബോംബിംഗ് സർവൈവേഴ്സ് ഫേസ്ഡ് ദ ഡീഹ്യൂമനൈസിംഗ് കാറ്റക്ലിസം വിത്ത് കറേജ് ആൻഡ് റിസോൾവ്. അതായത് ബോംബിങ്ങിന് അതിജീവിച്ച മനുഷ്യരുണ്ടല്ലോ, അവരാണ് ബോംബിംഗ് സർവൈവേഴ്സ് എന്ന് പറയുന്നത്. എപ്രകാരമാണ് അവര് അതിനെ നേരിട്ടത് എന്നത് ആണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഒപ്പം തന്നെ അത് മനുഷ്യത്വരഹിതമായ ഒരു ഡീഹ്യൂമനൈസിംഗ് ആയിട്ടുള്ള കലാമിറ്റിയാണ്. മനുഷ്യന്റെ അന്തസ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കലാമിറ്റി എന്ന് പറഞ്ഞാൽ, കാറ്റക്കലിസം എന്ന് പറഞ്ഞാൽ ദുരിതമാണ്, ദുരന്തമാണ്. അത് കറേജോടുകൂടി, കറേജ് ധൈര്യമാണ്, അതിനെ റിസോൾവോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി എങ്ങനെയാണ് നേരിട്ടതെന്ന്. His tone is both affirmative of the people's determination to rebuild their lives and the city, and the critical of the minds that inflicted this catastrophe on them. ഇദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളിൽ അവതരിപ്പിക്കുന്ന ടോണ് എപ്രകാരമാണ്? ഒരേ സമയം പോസിറ്റീവാണ്, അഫർമേറ്റീവാണ്. ജനങ്ങളുടെ ദൃഢനിശ്ചയമുണ്ടല്ലോ, എന്റെ നാടിനെ പുനഃസൃഷ്ടിക്കണമെന്നുള്ളത്, പുതുക്കി പണിയണമെന്നുള്ള ജാപ്പനീസ് ജനതയുടെ ഉറച്ച വിശ്വാസമുണ്ടല്ലോ. ഒപ്പം തന്നെ അവരുടെ ജീവിതങ്ങളെയെല്ലാം വീണ്ടും പുതുക്കിയെടുക്കണമെന്നുള്ള, നഗരത്തെ പുതുക്കണമെന്നുള്ള അല്ലെ ഒരു വശത്തുകൂടെ. ആൻഡ് ക്രിട്ടിക്കൽ ഓഫ് ദ മൈൻഡ്സ് ദാറ്റ് ഇൻഫ്ലിക്റ്റഡ് ദിസ് കാറ്റസ്ട്രോഫ് ഓൺ ദം. ഈ കാറ്റസ്ട്രോഫ്, ഈ ദുരന്തം അവരുടെ മേൽ ബാധിപ്പിക്കാൻ ഇടയായ മനസ്സുകളുടെ ചിന്തയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മീൻസ് അമേരിക്കൻ ഭരണകൂടത്തെയും അതിന് പ്രേരിപ്പിച്ച അമേരിക്കൻ ചിന്താഗതിയെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ക്രിട്ടിക്കലായിട്ട്. രണ്ട് തരത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സമീപം. ഒരു വശത്ത് ഇതിനെ അതിജീവിക്കാൻ ജാപ്പനീസ് ജനത കാണിച്ച ആ മനോധൈര്യത്തെ പ്രശംസിക്കുന്നുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്, അതിന്റെ പോസിറ്റീവ് സൈഡ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മറുവശത്ത് ഈ ദുരിതം ജാപ്പനീസ് ജനതയുടെ മേൽ വിതച്ച അമേരിക്കൻ ഭരണകൂടത്തെ വിമർശിക്കുന്നുമുണ്ട്. ഈ കാറ്റസ്ട്രോഫ്, ദ ബോംബിംഗ് ഓഫ് ഹിരോഷിമ ഓൺ August 6, 1945 killed 140,000 people and left thousands crippled. നോക്കുക, 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലെ ബോംബ് വർഷം എത്ര ആളുകളെയാണ് കൊന്നത്? 1,40,000 ആളുകളെ. ഒപ്പം ആയിരക്കണക്കിന് ആളുകളെ വികലാംഗരാക്കി, ക്രിപ്പിൾഡ്, ട്രോമറ്റൈസ്ഡ്. അവർ വല്ലാത്ത, ഒരിക്കലും വിടുതലില്ലാത്ത മനോവ്യഥയിൽ, ട്രോമയിൽ അകപ്പെട്ടു പോയി. ആൻഡ് an entire generation born with debilitating defects. ഒരു മൊത്തം തലമുറയും, ഒരു തലമുറ മുഴുവനും
ക്രിപ്പിളിംഗ് ആയിട്ടുള്ള പോരായ്മകളുള്ള ജന്മങ്ങളായിട്ട് രൂപപ്പെട്ടു. ഡിഫക്റ്റോടുകൂടി ജനിച്ച കുഞ്ഞുങ്ങൾ കോസ്ഡ് ബൈ റേഡിയോ ആക്ടിവിറ്റി. ഒയെ എക്സ്പീരിയൻസ്ഡ് ഹിരോഷിമ ഫോർ ഹിംസെൽഫ്. നോക്കുക, ഒയെ ഹിരോഷിമയെ ദൂരെ പുസ്തകങ്ങളിൽ വായിച്ചറിയുകയായിരുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതത്തിലും കൺമുന്നിലും അനുഭവിച്ചറിയുകയായിരുന്നു. When he heard about it as a child in his village in Shikoku. ഷിക്കോക്കുവില് ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ ഹിരോഷിമയുടെ കഥകൾ കേൾക്കുമ്പോൾ 1945 ആൻഡ് ദെൻ ത്രൂ ഹിസ് ഇന്റർവ്യൂസ് വിത്ത് സർവൈവേഴ്സ്. നോക്കൂ, അതിനെ അതിജീവിച്ച ആളുകളുമായി അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂകൾ അദ്ദേഹം വലുതായതിനു ശേഷം ഡ്യൂറിങ് 1963 ആൻഡ് 1965 അതിലൂടെയൊക്കെ അദ്ദേഹം ആ ചിത്രങ്ങളിൽ ജീവിക്കുകയായിരുന്നു. ഹി റിമെയിൻസ് എ സ്റ്റാഞ്ച് അഡ്വക്കേറ്റ് ഓഫ് ഡെമോക്രസി. എന്താണ് സ്റ്റാഞ്ച് അഡ്വക്കേറ്റ്? കടുത്ത ഒരു വാദിക്കുന്നയാളെന്ന് വേണമെങ്കിൽ പറയാം. ജനാധിപത്യവാദി, കടുത്ത ജനാധിപത്യവാദി എന്ന് പറയാം. സ്ട്രോങ് അഡ്വക്കേറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ശക്തനായ ഒരു പ്രയോക്താവെന്ന് വേണമെങ്കിൽ, ശക്തനായ ഒരു വാദമുഖം ഉന്നയിക്കുന്നയാളെന്ന് പറയാം. ആൻഡ് ആന്റി ന്യൂക്ലിയർ ആക്ടിവിസം, അതുപോലെ ആണവ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു കടുത്ത ശബ്ദമായിട്ട്, ഒരു സ്ട്രോങ് അഡ്വക്കേറ്റ് ആയിട്ട് അദ്ദേഹം മാറുകയാണ്. Few people today view the world in terms of dualism of good and evil. ഇന്ന് ഇരട്ടയുടെ ദ്വന്ദ്ങ്ങളുടെ ലോകമായിട്ട്, നന്മയും തിന്മയും എന്നുള്ള അവസ്ഥയിൽ കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ കുറവായിരിക്കാം. Certainly there is no longer fashionable to do so. ഇനി അങ്ങോട്ട് നന്മയുടെ ശക്തി എന്ന് പറയുന്ന ഈശ്വരനുണ്ടെന്നും തിന്മയുടെ ശക്തിയായ പൈശാചിക ശക്തി ഉണ്ടെന്നൊക്കെ ഇന്നത്തെ ലോകത്തിരുന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഫാഷനബിൾ അല്ല എന്നതാണല്ലോ ഇന്ന് മനുഷ്യർ പറയുന്ന രീതി. പക്ഷേ all of a sudden one summer, ഒന്ന് പറയട്ടെ, പെട്ടെന്ന് ഒരു ഒരു വേനൽക്കാലത്തില് an absolute evil intruded into the lives. അതെ, സമാധാനമായി കഴിഞ്ഞു പോന്നിരുന്ന ജാപ്പനീസ് ജനതയുടെ, ഹിരോഷിമയിലെ ജനതയുടെ മുന്നിലേക്ക് ഒരു സമ്പൂർണ്ണ തിന്മ, ഒരു പൈശാചിക ശക്തി ഇരമ്പി അടുക്കുകയായിരുന്നു. ആൻഡ് കോൺഷ്യസ്നസ് ഓഫ് ദ ആറ്റമിക് ബോംബ് വിക്ടിംസ്. ഒരുപക്ഷെ ആറ്റം ബോംബിന് ഇരയായ ആളുകളുടെ സുബോധത്തിലേക്കും അത് ചൂഴ്ന്നിറങ്ങുകയായിരുന്നു ആ ഈവിൾ പവർ. ടു കൗണ്ടർ ദാറ്റ് അബ്സല്യൂട്ട് ഈവിൾ. ഇത് സമ്പൂർണ്ണ തിന്മയാണ്, ഇത് അബ്സല്യൂട്ട് ഈവിളാണ്. പക്ഷെ ഈ സമ്പൂർണ്ണ തിന്മയ്ക്ക്, ഈ അബ്സല്യൂട്ട് ഈവിളിനെ കൗണ്ടർ ചെയ്യുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ, ഇറ്റ് ബിക്കെയിം നെസസറി ടു ഹാവ് ആൻ അബ്സല്യൂട്ട് ഗുഡ്. ഒരു സമ്പൂർണ്ണ നന്മയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്തിന്? ഇൻ ഓർഡർ ടു റിക്കവർ എ ഹ്യൂമൻ ബാലൻസ് ഇൻ ദ വേൾഡ്. ലോകത്തില് ഒരു മാനുഷികതയുടെ ഒരു സന്തുലനം ആവശ്യമായിരുന്നു. അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സമ്പൂർണ്ണ തിന്മ ലോകത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു സമ്പൂർണ്ണ നന്മയെ പകരം നിൽക്കണമായിരുന്നു. ആൻഡ് ടു പ്രിസർവ് ഇൻ റെസിസ്റ്റിംഗ് ദാറ്റ് ഈവിൾ. ആ തിന്മയെ ചെറുക്കുന്നതിന്, മാനവരാശിയെ അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്പൂർണ്ണ നന്മ പകരം കളത്തിലിറങ്ങണമായിരുന്നു എന്നാണ് ഒയെയുടെ വാദമുഖം. ഫ്രം ദാറ്റ് ഇൻസ്റ്റന്റ്, ആ നിമിഷത്തിൽ നിന്ന്, ദ ആറ്റമിക് ബോംബ് എക്സ്പ്ലോഡ്. ഏത് നിമിഷത്തിൽ നിന്ന്? ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചില്ലേ, ആ വിസ്ഫോടനമുണ്ടായില്ലേ, ആ നിമിഷം മുതൽ ഇറ്റ് ബിക്കെയിം ദ സിമ്പിൾ ഓഫ് ഓൾ ഹ്യൂമൻ ഈവിൾ. ആറ്റം ബോംബ് അത് മനുഷ്യന്റെ സകല തിന്മയുടെയും പ്രതീകമായിട്ട്, സിമ്പിളായിട്ട് മാറി എന്ന് പറയുകയാണ്. ഇറ്റ് വാസ് എ സാവേജ്ലി പ്രിമിറ്റീവ് ഡമൺ. ഒരു അതിപുരാതനമായ, ചിരപുരാതനമായ പിശാചാണ് എന്ന് പറയുകയാണ്. സാവേജ്ലി പ്രിമിറ്റീവ് ഡമൺ ആൻഡ് മോസ്റ്റ് മോഡേൺ കേഴ്സ്. എന്നാൽ അത് അത്യാധുനിക ശാപവുമാണ് എന്ന് പറയാൻ. ആ പുരാതന പിശാച്, അതുപോലെ തന്നെ ആധുനിക ശാപം, അതെ, അതായിരുന്നു ആറ്റം ബോംബ് എന്ന് പറയുകയാണ്. ഇനി അടുത്ത പാർട്ട് 1 ശേഷം പാർട്ട് 2 നമ്മൾ അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.